ഈ ഭൂമുഖത്ത് അധിവസിക്കുന്ന പലതരം ജീവജാലങ്ങളുണ്ട്. മനുഷ്യരും മനുഷ്യരല്ലാത്ത ജീവികളും. ഇവയോടെല്ലാം കൃപ കാണിക്കുവാനും ദയ കാണിക്കുവാനും കൽപ്പിക്കപ്പെട്ടവരാണ് മുഅ്മിനീങ്ങൾ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ഇത് സംബന്ധമായ കാഴ്ചപ്പാട് വളരെ വിശാലമാണ്. നായയും പട്ടിയും പൂച്ചയും ഇഴജീവികളും പക്ഷികളുമടക്കം ഈ ലോകത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏത് ജീവികളാണെങ്കിലും ആ ജീവികളോടെല്ലാം ഒരു സ്നേഹം, വാത്സല്യം ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടതും അത് പ്രകാരം പ്രവർത്തിക്കേണ്ടതുമാണ്. ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടെയാണ് ഈ റഹ്മത്തിനെ നോക്കിക്കാണുന്നത്. മറ്റുള്ളവയോട് കൃപ കാണിക്കുന്നവർക്ക് പകരം റഹ്മാനായ തമ്പുരാൻ കൃപ കാണിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുവചനങ്ങളിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഇമാം അബൂദാവൂദ് തുർമുദി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, അർ-റാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. മറ്റുള്ളവരോട് കൃപ കാണിക്കുന്നവർക്ക് അല്ലാഹു തആലാന്റെ കൃപയുണ്ടായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഹമു മൻ ഫിൽ അർള് യർഹംകും മൻ ഫിസ് സമാ. നിങ്ങൾ ഈ ഭൂമിയിലുള്ളവയോടെല്ലാം വാത്സല്യം കാണിക്കണം, അവയോടെല്ലാം ദയാവായ്പകൾ വേണം, എങ്കിൽ അല്ലാഹു തആലാന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ഭൂമിയിലുള്ളവയോടെല്ലാം വാത്സല്യം കാണിക്കണമെന്ന പ്രയോഗം വ്യാപകാർത്ഥമുള്ള പ്രയോഗമാണ്. അതിൽ നല്ലവരും മോശപ്പെട്ടവരും, മിണ്ടാപ്രാണികളും മനുഷ്യരും, അതുപോലെ നാക്കാലികളും മറ്റുള്ള എല്ലാ പക്ഷികളും കാട്ടുജീവികളുമടക്കം എല്ലാ ജീവികളും ഉൾപ്പെടുന്ന വിശാലമായ പ്രയോഗമാണ് ഭൂമിയിലുള്ളവയോടെല്ലാം റഹ്മത്ത് കാണിക്കണം, വാത്സല്യം കാണിക്കണം എന്ന പ്രയോഗം. അതുപ്രകാരം മനുഷ്യരോ മനുഷ്യരല്ലാത്തവരോ ആയ ആരാണോ മറ്റുള്ളവരുടെ സഹായം ആവശ്യമാകുന്നത് അവർക്കെല്ലാം വേണ്ട സഹായം ചെയ്തു കൊടുക്കേണ്ടത് ഒരു മുഅ്മിൻ്റെ ബാധ്യതയാണ്. നമുക്കറിയാം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, ശാരീരികമായ അവശതകൾ അനുഭവിക്കുന്നവർ, ഇങ്ങനെ പരാശ്രയമില്ലാതെ നടക്കുവാനോ എഴുന്നേറ്റ് നിൽക്കുവാനോ സാധിക്കാത്ത പല ആളുകളുമുണ്ട്. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പട്ടിണി കടന്നുകൊണ്ടിരിക്കുന്നവർ നാട്ടിലുണ്ട്. ഇങ്ങനെ പല വിധേനയായി മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം കഴിയുന്നവർക്ക് ആവശ്യമായ സഹായങ്ങളും വാത്സല്യവും കാണിക്കുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ബാധ്യതയാണ്. ഇനി മനുഷ്യരല്ലാത്ത മറ്റ് ജീവജാലങ്ങളെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. മറ്റു പല ജീവികളും ദാഹിച്ച് വലഞ്ഞ ഒരു പട്ടിയാവട്ടെ, പൂച്ചയാവട്ടെ, മറ്റേത് ജീവിയാവട്ടെ, അവരോട് വാത്സല്യം കാണിച്ച് അവരെ രക്ഷപ്പെടുത്തി കൊടുക്കുക എന്നത് ഒരു മുഅ്മിനുണ്ടായിരിക്കേണ്ട നല്ല ഗുണമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടാകുമ്പോൾ അതിന് വലിയ പ്രതിഫലമാണ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. നേരെ മറിച്ച് അവരോട് വാത്സല്യം കാണിക്കേണ്ടതിന് പകരം അത്തരം ജീവികളെ, ഒരു പൂച്ചയെയോ പട്ടിയെയോ മറ്റേതെങ്കിലും ഒരു ജീവിയെ പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ ശിക്ഷാ മുന്നറിയിപ്പും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ കാണാം, ഉദ്ദിബത് ഇംറഅത്തുൻ ഫീ ഹിറ. ഒരു സ്ത്രീയെ ശിക്ഷിക്കപ്പെടും ഫീ ഹിറ, ഒരു പൂച്ചയുടെ കാര്യത്തിൽ. എന്താ സംഭവമെന്നോ, ആ പൂച്ചയെ ആ പെണ്ണ് പിടിച്ച് കെട്ടിയിട്ടു. ആ പൂച്ചയെ ആ സ്ത്രീ ബന്ധിപ്പിച്ചു. ഹത്താ മാത്തത്ത് മിനൽ ജൂഇ, വിശപ്പ് കാരണം ചത്തുപോകുന്നത് വരെ ഒരു പൂച്ചയെ കയറിൽ ബന്ധിപ്പിച്ചു. ഫലം തക്കുൻ തുത്ഇമുഹ, ആ പൂച്ചയ്ക്ക് വേണ്ട ആഹാരം അവൾ കൊടുത്തില്ല എന്ന് മാത്രമല്ല, ആ പൂച്ചയെ കയറൂരി വിട്ട് പ്രാണികളെ പിടിച്ച് തിന്നുവാനുള്ള അവസരം അതിൽ നിഷേധിക്കുകയും ചെയ്തു. അങ്ങനെ കയറിൽ ബന്ധിപ്പിച്ച് അതിനെ പ്രയാസപ്പെടുത്തിയത് കാരണമായിട്ട് ആ സ്ത്രീ അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഒരു ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് ദാഹജലം നൽകിയതിൻ്റെ പേരിൽ ഒരു മോശക്കാരിയായ ദുർനടപ്പുകാരിയായ ഒരു പെണ്ണിൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട കഥയും ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ഉഫിറ ലിംറഅത്തിൻ മൂമിസ, ഒരു ദുർനടപ്പുകാരിയായ പെണ്ണിൻ്റെ പാപം പൊറുക്കപ്പെട്ടു. എന്താ സംഭവമെന്നോ, മറത്ത് ബി കൽബിൻ അലാ റഅസി കയ്യ്. ആ പെണ്ണ് ഒരു നായൻ്റെ അടുത്തുകൂടെ നടന്നു പോവുകയാണ്. ആ നായ നിലനിൽക്കുന്നത് ഒരു കിണറിൻ്റെ കരക്കാണ്. ആ കിണറിലുള്ള വെള്ളം കിട്ടുവാൻ നായക്ക് കൊതിയുണ്ട്. നായയാണെങ്കിൽ ദാഹിച്ച് ആകെ അവശനായി പോയിട്ടുണ്ട്. കാദ യഖ്തുലുഹുൽ അത്ഷു, ദാഹം അതിനെ കൊല്ലാനടുത്തായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുകയാണ്. അങ്ങനെ ദാഹത്തിൻ്റെ കാഠിന്യം കാരണമായിട്ട് ജീവഹാനി വരെ സംഭവിക്കാൻ അടുത്തായി പോയിരിക്കുന്ന ആ നായ കണ്ടപ്പോൾ ആ സ്ത്രീക്ക് ആ നായയോടൊരു വാത്സല്യം,
അവൾ എന്ത് ചെയ്തുവെന്നോ, അവളെ കാലിലുള്ള ഹുഫ് അവൾ ഊരിയെടുക്കുകയും തലയിലെ തട്ടമെടുത്തുകൊണ്ട് അതിൽ ബന്ധിപ്പിച്ച് വെള്ളം മുക്കിയെടുത്തു. എന്നിട്ട് ആ നായക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്തു. ഇത് കാരണമായിട്ട് ഫഉഫിറ ലഹ, അവൾക്ക് അത് കാരണമായിട്ട് അവളെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഈ വിശദീകരണം കേട്ടപ്പോൾ സ്വഹാബാക്കളെ കൂട്ടത്തിൽ നിന്ന് ആരോ ചോദിച്ചു, ഇന്നലനാ ഫിൽ ബഹായിമി അജ്റ, അള്ളാഹുവിൻ്റെ പ്രവാചകര്, ഈ മിണ്ടാപ്രാണികൾക്ക് സഹായം ചെയ്തു കൊടുത്താൽ, അവർക്ക് ദാഹജലം കൊടുത്താൽ, അവർക്ക് മറ്റുള്ള സഹായങ്ങൾ കൊടുത്താൽ അതിനും ഞങ്ങൾക്ക് പ്രതിഫലമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്തായിരുന്നുവെന്നോ, ഏത് ജീവിയാണെങ്കിലും അതിനോടെല്ലാം നിങ്ങൾ വാത്സല്യം കാണിക്കുകയാണെങ്കിൽ അതിലെല്ലാം പ്രതിഫലമുണ്ട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനോട് പ്രതികരിച്ചത്. ഇമാം ബുഖാരി, മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വളരെ വിശാലമാണ്. മനുഷ്യരെന്നോ മനുഷ്യേതര ജീവജാലങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ഏത് ജീവികളോടും ദയാവായ്പുണ്ടായിരിക്കണം. ആവശ്യമായ സഹായങ്ങൾ നൽകി അവയെ സ്നേഹിച്ചിരിക്കണം. ഇത് ഈമാൻ്റെ ഭാഗമാണ്. അതിൻ്റെ പ്രതിഫലമായി റഹ്മാനായ തമ്പുരാൻ്റെ തിരിച്ചുള്ള വാത്സല്യമാണ് പ്രതിഫലമായി നമുക്ക് ഓഫർ നൽകപ്പെട്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം പ്രവർത്തിക്കുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.